നമസ്കാരം, വണക്കം, സസ്രേക്കാൾ. അൻപേ ശിവം കമലഹാസന്റെ ചരിത്രത്തിലെ ഏടെന്ന് പറയാവുന്ന കമലഹാസൻ തന്നെ എഴുതി അഭിനയിച്ച ഒരു നല്ലൊരു മൂവിയാണ് അൻപേ ശിവം. വേണമെങ്കിൽ ട്രാവൽ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. സൗന്ദർസിയാണ് ഇതിന്റെ ഡയറക്ടർ. ഇപ്പൊ പുള്ളി നല്ലൊരു മികച്ച അഭിനേതാവാണ്. പുള്ളിയുടെ തന്നെ ഡയറക്ട് ചെയ്ത വളരെ ചെറിയ കുറച്ച് മൂവീസേ പുള്ളി ചെയ്തിട്ടുള്ളൂ. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ്, കുറച്ച് ഫിലിം ഫെയർ അവാർഡുകളൊക്കെ കിട്ടിയ ഒരു മൂവിയാണ് ഈ അൻപേ ശിവം. ആരാണ് ദൈവം എന്ന് കാണിച്ചു തരുന്ന ഒരു മൂവിയാണ്. ഇപ്പൊ പല സ്ഥലത്തും നമ്മളൊരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു ബസ് കയറാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു 2 രൂപ അല്ലെങ്കിൽ ഒരു 5 രൂപ കുറവ് വരുമ്പോൾ നമുക്കത് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുക. നമ്മുടെ ഒരു കാശ് ഉണ്ടായിരിക്കാം, പക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലോ മറ്റേ ഒരു നമ്മളൊരു പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യുന്നു അവരാണ് ദൈവം എന്ന് കാണിച്ചു തരുന്ന ഒരു മൂവിയാണ് അൻപേ ശിവം. സ്നേഹമാണ് ദൈവം എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. ഇത് കമലഹാസന്റെ ആക്ഷൻ മൂവിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സംഭവമേ ഇല്ല. പിന്നെ വിദ്യാസാഗറിന്റെ ഈണം ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം തകർത്ത് അഭിനയിച്ചേക്കുന്നതും തകർപ്പനായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചായിട്ടുള്ള ഒരു മൂവിയാണ് അൻപേ ശിവം. മേ ബി എനിക്ക് കളക്ഷൻ റെക്കോർഡൊന്നും അതിനകത്ത് ഉണ്ടാവില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയായിരിക്കും അൻപേ ശിവം. തമിഴ് അറിയാവുന്നവർ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലത്. തമിഴ് മനസ്സിലാക്കിയെങ്കിൽ സബ്ടൈറ്റിലാണെങ്കിലും നിർത്തി നോക്കുക. ക്ലൈമാക്സിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്, എന്റെ മുമ്പിൽ നിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്ന എന്നെ കൊല്ലാതെ വിടുന്ന നിങ്ങളാണ് ദൈവം എന്ന് പറയുന്ന ഒരു ഡയലോഗും കൂടെ. കണ്ണ് നിറച്ചു കളയും. മനസ്സലിച്ച് ഒറ്റയ്ക്കിരുന്ന് കണ്ടു നോക്ക്, മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളും ഓരോരോ സമയത്ത് അതൊക്കെ പ്രതിഫലിക്കുന്നുണ്ടാവും. എല്ലാവർക്കും നല്ല മാത്രം സംഭവിക്കട്ടെ. ഞാൻ നിങ്ങളുടെ മോട്ടിവേറ്റ്. താങ്ക് യു വെരി മച്ച്.